ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഏറ്റവും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ പെയിൻറ്റിനെ കുറിച്ചാണ് ഫുൾ വീഡിയോസും കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ പുതിയ വീട് വെക്കുമ്പോഴും പഴയ വീടായാലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും അതിനുവേണ്ട വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസും പിന്നെ ഏറ്റവും വില കുറഞ്ഞ എമൽഷൻ ഏത്, ഏറ്റവും വില കൂടിയ എമൽഷൻ ഏത്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും തന്നെ. അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ കമൻറ്റിൽ വന്നിരുന്നു, അതിനെക്കുറിച്ചാണ് ഇന്ന് കൃത്യമായിട്ട് സംസാരിക്കാൻ വന്നത്. പുതിയ വീട് പണിയുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ വീട് വെക്കുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് കോൺക്രീറ്റിന് മുതൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല, അതെല്ലാം വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കാണണം. നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം. അത് കോൺക്രീറ്റിംഗ് മുതൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കാണ് ഏറ്റവും യൂസ്ഫുൾ. നമ്മളാണ് ഒരു വീട് പണിയുന്നത്. നമ്മൾ വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ ഏത് വീട് പണിതിട്ടുണ്ടെങ്കിലും നമ്മളെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കായിരിക്കും. നമ്മൾ ഒരു വർഷത്തെ മഴയ്ക്ക് ശേഷമാണ് നമ്മൾ വീടിൻ്റെ കംപ്ലൈൻറ്റുകൾ കൂടുതലും അറിയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു വർഷത്തിന് ശേഷമായിരിക്കും എന്ത് തരുക, മഴയും കാറ്റും അത് മാറി മാറി ഉണ്ടാവുന്ന, വെയിലത്ത് മഴ വരുന്നു, വെയിലോടുകൂടി മഴ, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. ഇന്ന് സമയം തെറ്റിയാണ് മഴ വരുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായി എന്തുണ്ടാവില്ല, നമ്മുടെ വീടിന് എവിടെയൊക്കെയാണോ ചോർച്ച, വരാത്ത സ്ഥലങ്ങളിൽ കൂടെ ചോർച്ച ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾക്കത് ചെയ്യാം. ഇനി രണ്ടാമത്, നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇത് ചെയ്തില്ല എന്നിരിക്കട്ടെ എങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ വീട് വെക്കാൻ പോകുന്ന തീർച്ചയായും എല്ലാവർക്കും എന്തായിരിക്കും, യൂസ്ഫുള്ളായ കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു മഴ കഴിയുമ്പോൾ നമ്മുടെ വീടിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ മഴയത്ത് ഒരിക്കലും വാട്ടർ പ്രൂഫിംഗ് ചെയ്യാതിരിക്കുക. ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ മഴയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, വാട്ടർ പ്രൂഫിംഗ് ചെയ്യണ്ട. എന്തായാലും നനയുകയാണ്, അതിനിടയ്ക്ക് നമ്മൾ ആ മഴയത്ത് കൊണ്ടുപോയിട്ട് ആ വാട്ടർ പ്രൂഫിംഗ് ചെയ്തത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ ചോർച്ച നിൽക്കാൻ പോകുന്നൊന്നുമില്ല. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ മഴയത്ത് നിങ്ങൾ എവിടെയൊക്കെയാണ് ചോർച്ചയുള്ളത്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ലീക്ക് വരുന്നത്, ബാത്റൂമിൻ്റെ ലീക്ക്, അതുപോലെ സെൻസൈഡിൽ നിന്നുള്ള ലീക്ക്, വാർപ്പിൽ നിന്നുള്ള ലീക്ക്, ഇങ്ങനെ ലീക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്കാണ് കൂടുതലായും വരുന്നത്. അത് ബെഡ്റൂമുകളിലായിക്കോട്ടെ നമ്മുടെ ഹാളുകളിലായിക്കോട്ടെ, കൂടുതലും കാണുന്നത് ബെഡ്റൂമുകളിലാണ്. ബെഡ്റൂമുകളുടെ പല ഭാഗങ്ങളിലും കറുത്ത് പല വട്ടത്തിലും ഈർപ്പം അടിഞ്ഞും പൂപ്പായി കയറിയും എല്ലാം പല വീടുകൾക്കും കോമൺലി ഇന്ന് വാർപ്പിട്ട വീടുകൾക്കാണെന്ന് തോന്നുന്നു കൂടുതലും ഈ പ്രശ്നം കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് വെച്ചാൽ, ആ മഴ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പം മഴക്കാലമാണ്, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വാർപ്പിൻ്റെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുള്ളവരാണെങ്കിൽ ഈ മഴ കഴിയുമ്പോൾ, അതായത് നമ്മുടെ വെയിലിൻ്റെ സീസൺ ആവുമ്പോൾ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല അതിശക്തമായ വെയിലാവും. ആ വെയിലുള്ള സമയത്ത് എന്താക്കുക, അപ്പോഴത്തേക്കും ചിലപ്പോൾ ഏകദേശം ഈ പൂപ്പായികളെല്ലാ പാടുകളും പോവും. അതായത് ആ ഭിത്തിയിലേക്ക് അത് ജീർണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും അത് പോകുന്നില്ല. ആ ഈർപ്പത്തെ എന്താവുന്നു, വെയിൽ വരുമ്പോൾ ഭിത്തി തന്നെ ഒബ്സർവ് ചെയ്ത് വലിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താവുന്നില്ല, ആ പൂപ്പായി അവിടെ നിന്ന് പോകുന്നില്ല പൂർണ്ണമായിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ മഴേൻ്റെ സമയത്ത്, മഴ കഴിഞ്ഞതിന് ശേഷം വെയിൽ വരുമ്പോൾ നിങ്ങൾ അതിനേതാണോ നല്ലൊരു പെയിൻറ്ററെ കണ്ടിട്ട് നിങ്ങളുടെ വീടിന് എന്താണോ പ്രശ്നം, ഉള്ളിൽ നിന്നാണോ വെള്ളം വരുന്നത്, പുറമേ നിന്നാണോ വെള്ളം വരുന്നത്, ഇതെല്ലാം നിങ്ങൾ മഴയത്ത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളൊരു പെയിൻറ്ററെ വിളിച്ച് വീട് കാണിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം ഉള്ളും പുറവും വാട്ടർ പ്രൂഫിംഗ് ചെയ്യണമെങ്കിൽ ഉള്ളിൽ അടിക്കുന്ന പ്രത്യേകമായ പല മെറ്റീരിയൽസും വരുന്നുണ്ട്. അതുപോലെ പുറത്ത് ഞാൻ അതിൻ്റെ പല പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏഷ്യൻ്റെ, ഇൻഡിഗോൻ്റെ, ഹൈവെൽ പെയിൻറ്റ്സ്, എല്ലാ പല കമ്പനികളുടെയും
അതായത് അപ് ടു 10 years വരെ വാറണ്ടി വരുന്ന പല പ്രൊഡക്റ്റുകളും ഇന്ന് നിലവിലുണ്ട്. ഇന്ന് മാർക്കറ്റിൽ പല പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ പെയിൻറ്റിങ് മേഖലയിൽ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അത് ചെയ്യുക. അല്ലാതെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഈർപ്പം പോവും, അല്ലെങ്കിൽ ലീക്കേജ് വരില്ല എന്ന് പറയുന്നതിന് കാര്യമില്ല. കാരണം വെയിൽ കൊണ്ട് ഈ പെയിൻറ്റ് നമ്മുടെ ഭിത്തികളിലേക്ക് പിടിക്കണമെന്നാണ് കമ്പനി പറയുന്നത്. മനസ്സിലായോ? പെയിൻറ്റ് നമ്മുടെ ഭിത്തികളിലേക്ക് നല്ലോണം എത്രമാത്രം പിടിക്കുന്നുവോ അത്രമാത്രം അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. അതുപോലെ ഏതൊരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ നിങ്ങൾ ചെയ്യുമ്പോഴും അത് പെയിൻ്റ് ആണെങ്കിൽ നമ്മൾ കോൺക്രീറ്റിങ്ങിലൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് നമ്മൾ പെയിൻറ്റിങ് മേഖലയിൽ വരുന്ന പല പ്രൊഡക്റ്റുകളും നിങ്ങൾ ഭിത്തിയിൽ കൊണ്ടിട്ട് അടിക്കുകയെന്ന് വെച്ചാൽ നോർമൽ പെയിൻറ്റ് പോലെ അടിക്കുന്നതാണ്. ഏത് കമ്പനീൻ്റെ ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് 3 കോട്ട്, അത് കൃത്യമായി ചെയ്യുക. 3 കോട്ട് നിർബന്ധമായി അടുപ്പിച്ചിരിക്കുക. ആരടിക്കേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വീടിൻ്റെ ഓണേഴ്സ് എന്ന നിലയിലും നിങ്ങൾ എന്ത് ചെയ്യുക, 3 കോട്ട് നിർബന്ധമായും അടിച്ചോളാൻ പറയുക. രാവിലെ വരുമ്പോൾ ഒരു കോട്ട് അടിച്ചോട്ടെ, ഉച്ചയാകുമ്പോൾ ഒരു കോട്ട് അടിച്ചോട്ടെ, വൈകുന്നേരം ഒരു കോട്ട് അടിച്ചിട്ട് പോയിക്കോട്ടെ. അങ്ങനെയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. മഴയില്ലാത്ത സമയത്ത് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മഴയില്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് തീർച്ചയായും കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. അത് നിങ്ങൾ തീർച്ചയായും ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് ബാത്റൂം പുതിയ വീട് വെക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക. പലരും ഇപ്പം അപ്സ്റ്റെയർ വീടുകൾക്കും നമ്മുടെ താഴെ നോർമലായി വരുന്ന വീടുകൾക്കും എല്ലാത്തിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം ടൈലിടുന്നതിന് മുന്നേ അത് കമ്പനി പറയുന്നത് ഒരു തോൾ ഹൈറ്റിലാണ്, ഒരാളുടെ തോൾ ഹൈറ്റിലാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഏതാണെന്നും ഡോക്ടർ ഫിക്സിറ്റിൻ്റെ നമ്മൾ 2Kയും കാര്യങ്ങളും ഏഷ്യൻ്റെ ആയിക്കോട്ടെ ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഏത് കമ്പനി നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്പനി ഏതായാലും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെയും അതുപോലെ ഏഷ്യൻ്റെയൊക്കെ നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റുകളാണ്. അതായത് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്താണോ അതിനെയാണ് നമ്മൾ നല്ല ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകൾ എന്ന് കൂടുതലായിട്ടും ഏതൊരു ഷോപ്പ് ഉടമയുടെ അടുത്ത് പോയാലും ഏതൊരു പെയിൻറ്റർ പറഞ്ഞാലും അവരതിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ആ ഒരു ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അടിക്കുക. അങ്ങനെയാണ് ഭിത്തിയിലേക്ക്, ബാത്റൂമിൻ്റെ സൈഡുകളിൽ നിന്ന് ഭിത്തിയിലേക്ക് കോമൺലി ഈർപ്പം വരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ടൈലിടുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും ചെയ്യുക. അതിന് ചെറിയൊരു വില കൂടുതലുണ്ട്, വില കുറവുണ്ട് എന്ന് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിലവും ചെയ്യുക. അപ്സ്റ്റെയർ ആണെങ്കിൽ തീർച്ചയായും ചെയ്യുക. അത് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം നമ്മുടെ ടൈലുകളിലേക്ക് പതിക്കുകയും അത് ആ ടൈലുകളിൽ നിന്നും വലിച്ച് ഭിത്തിയിലേക്ക് എടുക്കുകയും അതവിടെ ഇരുന്നിരുന്ന് പുറമേക്ക് വരികയും ആ പുറമേക്ക് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഈർപ്പം പൊന്തുകയും കൊമള പൊന്തുകയും ചുമരുകൾ നാശമായി പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ടൈല് കുത്തിപ്പൊളിച്ച് രണ്ടാമത് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ടും ഈ 2K പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ പഴയ വീടുകളാണ്, നമ്മളിതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്ന വീടുകളാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പഴയ വീടുകളാണല്ലോ നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ ആ വീടുകൾക്ക് അത് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ഹൈഡ്രോലോക്ക് പോലുള്ള ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകളുണ്ട്. അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ മഴയ്ക്ക് ശേഷം കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഈർപ്പ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് പ്രധാനമായും വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഒരു പുതിയ വീട് എടുക്കാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ടർ പ്രൂഫിംഗ്. പുതിയ വീട് എടുക്കുമ്പോൾ തന്നെ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ മറ്റുള്ളവർ പറയും എന്തില്ല, പുതിയ വീടാണല്ലോ, ചോർച്ച വരില്ല, ഈർപ്പം വരില്ല എന്നൊക്കെ പറയാൻ പലരും ഉണ്ടാവും. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് വീട് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എടുത്തുപോയ വീടിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് ഏച്ച് കെട്ടി പണികൾ എടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, പുതിയ വീടുകൾ എടുക്കുന്നവർ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, പുതിയ വീട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തു പോവുക. പെയിൻ്റ് അടിക്കുമ്പോൾ ആയിക്കോട്ടെ, വെതർ പ്രൂഫ് രീതിയിലുള്ള നല്ല പെയിൻറ്റുകൾ അടിക്കുക പുതിയ വീടുകൾക്ക്. അതിനകത്ത് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ കൂടി കൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു 2 കോട്ടിങ്ങിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ വീടുകളെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും. പിന്നെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു പെയിൻറ്റിനെയും കൂടുതലായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിലും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെല്ലാം ഉപയോഗിക്കേണ്ട പല പ്രൊഡക്റ്റുകളും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി കൂടുതൽ അറിയാനും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.